അജയ് സുധാ ബിജുവും നമുക്കൊപ്പം ചേരുന്നു. അജയ്, രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, അന്താരാഷ്ട്ര തലത്തിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്ന സമയം ഇസ്ലാമാബാദ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ചേർന്നാണ് ഈ സ്ഫോടനം ഉണ്ടാക്കിയെന്നുള്ള പാക് പ്രധാനമന്ത്രിയുടെ പരാമർശത്തെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യ തള്ളുന്ന ഒരു സാഹചര്യം. അതിൻ്റെ ഇടയിൽ ഇത് പുതിയൊരു തലത്തിലേക്കാണോ ഡൽഹി സ്ഫോടനം പോകുന്നത്? ഇതിന് ജെയ്ഷെ മുഹമ്മദുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട് എന്നുള്ള ചോദ്യമൊക്കെ നിൽക്കുന്നു. എത്രത്തോളം നിർണായകമായിട്ടുള്ള യോഗങ്ങളും തീരുമാനങ്ങളും കൂടിക്കാഴ്ചകളും ഒക്കെയാണ് പ്രധാനമന്ത്രി തലത്തിലൊക്കെ നടക്കുന്നത് ഇന്ന്? അപർണ, ഇപ്പോൾ ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിൽ നിന്ന് ഈ ശ്രദ്ധ ഒന്ന് തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും അത് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യം മുതൽ തന്നെ നടന്നിരുന്നു. ആദ്യം നമ്മൾ ഇന്നലെ അവരുടെ ഒരു നിലപാട് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ മാധ്യമങ്ങളെല്ലാം തുടർച്ചയായിട്ട് ഇത് ഇന്ത്യയുടെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു സംഭവമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളൊക്കെയാണ് ഇന്നലെ പല പാക് മാധ്യമങ്ങൾ വഴിയും പുറത്തു വന്നിരുന്നത്. അതിനുശേഷം ഇന്നലെ ഉച്ചയോടെ പാകിസ്ഥാനിലുള്ള ഇസ്ലാമാബാദിൽ അവിടെയും ഒരു കാർ സ്ഫോടനം ഉണ്ടാകുന്നു. എന്നാൽ ഇത് നടത്തിയിട്ടുള്ളത് തെഹ്രീക്ക് താലിബാനാണ്. അഫ്ഗാനിസ്ഥാൻ ആസ്ഥാനമാക്കിയിട്ടുള്ള തെഹ്രീക്ക് താലിബാനാണ് ഈ ആക്രമണം നടത്തിയത്. അതിനുശേഷം ഇവരുടെ നറേറ്റീവ് പിന്നെ ഒന്നുകൂടി മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫ് അടക്കം മുന്നോട്ട് വന്ന് ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണ്, ഇന്ത്യയുടെ സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസത്തിൻ്റെ ഒരു വിത്തുകളാണ് ഈ കണ്ടത് എന്നുള്ള പരാമർശങ്ങളെല്ലാം നടത്തിയിരുന്നു. ഇതെല്ലാം പാകിസ്ഥാനിൽ ഉള്ള ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ലോകത്തിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി മാത്രമാണ്. അത് നമ്മൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒന്ന് നോക്കുകയാണെങ്കിൽ ഈ തെഹ്രീക്ക് താലിബാന്റെ വിഷയം, അത് പാകിസ്ഥാനും പിന്നെ അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമാണ്. ഈ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള സമാധാന കരാർ, ഈ വെടിനിർത്തൽ കരാർ അവർ ഒപ്പിട്ടിട്ട് അധിക ദിവസമായില്ല. അത് കുറച്ചുകൂടി വച്ചിട്ടുമുണ്ടായിരുന്നു ഈ വെടിനിർത്തൽ കരാർ. ആ ഒരു കരാർ ലംഘിക്കപ്പെടുന്ന കാഴ്ച ഇപ്പോഴും അഫ്ഗാനിസ്ഥാനുമായി പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം പാകിസ്ഥാനകത്തുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാനകത്തുള്ള ഭീകര സംഘടനകൾ ഒരു ക്യാൻസറായി അവരെ തന്നെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ ജെയ്ഷെ മുഹമ്മദ് ഡൽഹിയിൽ ആക്രമണം നടത്തുന്നത്. അപ്പോൾ ഈ ഡൽഹിയിൽ ആക്രമണം നടത്തിയ ഈ ജെയ്ഷെ മുഹമ്മദ് ആണെന്നുള്ളത് ഇന്ത്യയുടെ ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയമാണെങ്കിലും ഇപ്പോൾ പോലീസാണെങ്കിലും ആരും വ്യക്തമാക്കിയിട്ടില്ല, ആരും ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ നമുക്ക് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു സാന്നിധ്യം ഇതിൽ ആദ്യം മുതൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ ഒരു ഡോക്ടർമാരുടെ ഈ കണ്ണികളെ അറസ്റ്റ് ചെയ്തതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് ഉത്തർപ്രദേശിലുള്ള ഒരു ഡോക്ടറിൻ്റെ അറസ്റ്റോടു കൂടിയാണ്. ഈ ഡോക്ടറിനെ അറസ്റ്റ് ചെയ്തത് ജെയ്ഷെ മുഹമ്മദിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ പതിപ്പിച്ചതിനാണ്. ഇയാളെ ചോദ്യം ചെയ്തത് വഴിയാണ് ഈ ഹരിയാനയിലുള്ള ഫരീദാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ ഡോക്ടർമാരുടെ വലിയ സംഘത്തെ പറ്റിയിട്ടുള്ള വിവരം കശ്മീരി പോലീസിന് ലഭിക്കുന്നത്. തുടർന്നാണ് കശ്മീരി പോലീസും ഹരിയാന പോലീസും സംയുക്തമായിട്ടുള്ള ഇടപെടലിലൂടെ ഇവരെ വലയിലാക്കിയത്. എന്നാൽ അതിൻ്റെ ഇടയിൽ തന്നെ ഈ ഡൽഹിയിൽ ബ്ലാസ്റ്റ് നടന്നു കഴിഞ്ഞിരുന്നു. അപ്പോൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു അദൃശ്യ സാന്നിധ്യം ഇതിനകത്ത് ഉണ്ടെന്ന് തന്നെയാണ് ഒരു വിലയിരുത്തൽ. നമുക്ക് നേരത്തെ നമ്മുടെ ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഓർത്തെടുക്കണം. അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, അത് തുടരുക തന്നെ ചെയ്യും. പാകിസ്ഥാൻ അവരുടെ രാജ്യത്തുള്ള തീവ്രവാദ സംഘടനകളെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഇന്ത്യ പ്രതികരിക്കും എന്ന് അദ്ദേഹം ഇതിനു മുൻപ് തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വിഷയത്തിലും ഈ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനയാണ് ഈ വിഷയത്തിന് പിന്നിലെന്ന് ഇന്ത്യ ഔദ്യോഗികമായ ഒരു പ്രസ്താവന ഇറക്കിയാൽ അടുത്ത നടപടി എന്ന് പറയുന്നത് ഇന്ത്യ ചിലപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ പുനരാരംഭിച്ചേക്കാം എന്നൊരു ഭയം പാകിസ്ഥാൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ വിഷയത്തിൽ ആദ്യം തന്നെ ഇന്ത്യയെ പഴിച്ചുകൊണ്ട് ഇന്ത്യക്ക് മേൽ കുറ്റങ്ങൾ ചാർത്തിക്കൊണ്ടുള്ള ഒരു നടപടി സ്വീകരിച്ചത്. ഇത് തന്നെയാണ് നമുക്ക് ഒരു മനസ്സിലാക്കുമ്പോൾ നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വിഷയത്തിൽ ഇന്ത്യ ഒരു തിടുക്കത്തിലുള്ള നടപടികളൊന്നും നിലവിൽ സ്വീകരിച്ചിട്ടില്ല. പ്രധാനമന്ത്രി ഇപ്പോൾ ഭൂട്ടാനിലാണ്. ഭൂട്ടാനിൽ അദ്ദേഹം സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവിടെയുള്ള രാജാവുമായി ഉൾപ്പെടെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യയുടെ ഊർജ്ജകാര്യം അതുപോലെ തന്നെ മറ്റ് വ്യവസായ കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ചയായതായിട്ടാണ് വിവരം. അദ്ദേഹം ഇന്ന് തന്നെ ഇന്ത്യയിലെത്തും. ഇന്ത്യയിലെത്തിയതിന് ശേഷം അദ്ദേഹം കൂടി ചേർന്നിട്ടുള്ള മറ്റ് ഉന്നതതല യോഗങ്ങൾ നടക്കും. അതിനുശേഷമായിരിക്കും വിഷയത്തിൽ ഇന്ത്യയുടെ ഒരു ഔദ്യോഗിക തീർച്ചയായിട്ടും അജയ്, ഒപ്പം അഭിലാഷ്, ഞാൻ തിരികെ എത്താം. വിവിധ ഏജൻസികൾക്ക് ഈ സംഭവത്തിൽ പിഴവുണ്ടായിട്ടുണ്ട് എന്നുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നുമുണ്ട്.